ഇസ്രയേൽ ഇറാൻ യുദ്ധം അറുതിയില്ലാതെ തുടരുകയാണ്. വടക്കൻ ഇസ്രയേലിൽ അപായ സൈറൻ മുഴങ്ങി. അതേസമയം ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അഭിമുഖത്തിൽ പറഞ്ഞു. ഇറാനെ അമേരിക്ക ആക്രമിക്കുമോ എന്നതിൽ തീരുമാനം 2 ആഴ്ചക്കകമെന്ന് അമേരിക്കൻ പ്രസിഡന്റും പറഞ്ഞു. ഇറാനുമായി ഇനിയും ചർച്ചകൾക്ക് സാധ്യതയെന്നാണ് ട്രംപ് പറഞ്ഞത്. വിശദാംശങ്ങളുമായി അശ്വജിത് സി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വജിത്, ഗുഡ് മോർണിംഗ്. സംഘർഷം വീണ്ടും തുടരുകയാണ്. എന്ത് ചെയ്യാനും ഉറച്ചാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നതെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളിൽ തന്നെയുണ്ട്. എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള അവസ്ഥ? വീണ്ടും അമേരിക്ക ഇടപെടാനുള്ള സാധ്യതയുണ്ട്. ഇറാനോട് ഈ കാര്യങ്ങളിൽ വീണ്ടും അനുനയ ശ്രമങ്ങളും ഒപ്പം ഈ ആണവ കരാറിൽ ഒപ്പിടാനുള്ള പ്രേരണയും ഒക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനാണ് സാധ്യത. മോത്തി, ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും നമ്മൾ ഇന്ന് പെട്ടെന്ന് അവസാനിക്കട്ടെ അല്ലെങ്കിൽ ഇന്നത്തോടെ യുദ്ധം അവസാനിക്കട്ടെ എന്നാണ് എല്ലാ ദിവസവും പറയാറ്. പക്ഷേ ഓരോ ദിവസവും അതിൻ്റെ തീവ്രത കൂടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. കഴിഞ്ഞ ദിവസം രാത്രിയും ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെയും ഒക്കെയായും കനത്ത ആക്രമണമാണ് ഇസ്രായേലും ഇറാനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്സ് നോക്കിയാൽ ഇറാന്റെ വടക്കൻ മേഖലകളിൽ കാര്യമായ ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഒപ്പം ഇസ്രായേലിലും കനത്ത മിസൈൽ ആക്രമണം തുടരുന്നു. ഇസ്രായേലിലെ ടെല്ലവീവ് നഗരത്തിലടക്കം കഴിഞ്ഞ രാത്രിയിൽ കനത്ത ആക്രമണം ഉണ്ടായി എന്നും പറയുന്നു. വലിയ ആൾനാശം ഉണ്ടായതായി റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ ആ മേഖലയിലൊക്കെ അപായ സൈറനുകൾ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം, അത് ഇസ്രായേൽ ടെല്ലവീവ് നഗരത്തിലെ ബർഷബ നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണം, അത് അതിരൂക്ഷമായിരുന്നു. നിരവധി പേർക്കാണ് അവിടെ പരിക്കേറ്റത്. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കാണാൻ തോന്നുന്നു. ഇസ്രായേലിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി കെട്ടിടത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത്. ഇവിടെ നിരവധി പേർക്കാണ്, 250ഓളം പേർക്ക് പരിക്കേറ്റു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നാലെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അതിരൂക്ഷമായ പ്രതികരണങ്ങളും ഒപ്പം ഭീഷണി സ്വരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള പ്രതികരണങ്ങളും ഒക്കെ വരുന്നത്. സംഘർഷം ഇത്ര രൂക്ഷമായി തുടരുമ്പോഴും എന്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള സംഘടനകൾ ഇടപെടുന്നില്ല എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. മോത്തി, ഇതിനു മുമ്പ് നമ്മൾ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ ഒരു പശ്ചാത്തലം കണക്കിലെടുത്താലും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലൊക്കെ ഒരുപക്ഷെ കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി തന്നെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിലേക്ക് വെല്ലുവിളിക്കുന്ന സാഹചര്യമൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഇടപെടൽ ഏത് തരത്തിൽ ഇതിനെ ഫുൾ സ്റ്റോപ്പ് എന്ന വേണം അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഈ യുദ്ധം നിർത്തുന്നതിലേക്ക് നയിക്കുമെന്ന് നമുക്ക് സംശയം പറയേണ്ടി വരും. ഇനി ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, മോത്തി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപ് ഇപ്പോഴും ഒരു ഭീഷണി സ്വരത്തിലാണ് അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തിലും പറയുന്നത്. ആ പ്രതികരണം ഒന്ന് കേട്ടിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. I don't want to get involved either, but I've been saying for 20 years, maybe longer, that Iran cannot have a nuclear weapon. I've been saying it for a long time, and I think they were a few weeks away from having one, and they had to sign a document. I think they wish they signed it now. It was a fair deal, and now it's a harder thing to sign. You know, it's a lot of water over the dam. But, you know, it's I say it very simply, Iran can't have a nuclear weapon. ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്, ഇറാൻ ഒരു തരത്തിലും ന്യൂക്ലിയർ അണുവായുധം ഉണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. മാത്രവുമല്ല, ഒരു 2 ആഴ്ച സമയമാണ് ട്രംപ് ഇറാന് മുന്നിൽ ഇപ്പോൾ വെക്കുന്നത്. 2 ആഴ്ചക്കകം ഒരു അടിയന്തരമായ തീരുമാനമെടുക്കും. അതിനുള്ളിൽ നിങ്ങൾക്ക് സറണ്ടർ ചെയ്യണമെങ്കിൽ ചെയ്യാം, ന്യൂക്ലിയർ ഡീലിൽ ഒപ്പിടണമെങ്കിൽ ഒപ്പിടാം എന്ന തരത്തിലുള്ള ഒരു ഭീഷണി സ്വരമാണ് ട്രംപിന്റെ വാക്കുകളിലുള്ളതും. ഇറാൻ ഏത് രീതിയിൽ ഇതിനോട് പ്രതികരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ മുന്നിൽ, അതുകൂടെ പറയാം, അമേരിക്കയുടെ മുന്നിൽ ഒരുപക്ഷെ ഏറ്റവും ഒരു വിശാലമായി നോക്കിയാൽ ഒരു 3 സാധ്യതകളാണുള്ളത്. ഒന്ന്, ട്രംപിന്റെ വാക്കുകളിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാവുക, ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കുക.
അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നതിനായി ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകുക. അതിലേറ്റവും പ്രധാനം ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഉണ്ട്. ബങ്കറുകളും അടിയിലെ ഭൂഗർഭ അറകളൊക്കെ തകർക്കുന്ന ബോംബുകൾ, അത്തരം ആയുധങ്ങൾ നൽകുക. ഇനി മറ്റൊന്ന്, നിലവിൽ തുടരുന്നത് പോലെ ഒരുപക്ഷെ അവിടെയും ഇവിടെയും ഇല്ലാത്ത രീതിയിൽ ഈ തരത്തിൽ ഭീഷണി സ്വരവും ഈ ഒരു പൂർണ്ണമായൊരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോവുക. ഈ 3 സാധ്യതകളാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് അമേരിക്ക നേരിട്ട് ഈ യുദ്ധത്തിൽ ഇടപെടും എന്ന് നിലവിൽ പറയാൻ കഴിയില്ല. ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ തന്നെ തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായിരിക്കും അമേരിക്കയുടെ ഒരു അടുത്ത ആക്ഷൻ എന്ന്. സംഘർഷം ഒഴിയട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനാവുക. അശ്വജിത് സിയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.